നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലവ് എന്ന മലയാളം ക്ലാസ്സിലേക്ക് 10ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ MCQ ചോദ്യങ്ങളാണ്. ഇത് SSCRTയിലെ സിലബസിൽ വരുന്ന പാഠഭാഗമാണ്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ CBSEയിലും SSCRTയിലും വരുന്ന ചോദ്യത്തിൻ്റെ മാതൃക വളരെ വ്യത്യസ്തമാണ്. MCQ ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് കേട്ടാലോ. പാഠഭാഗം വായിക്കുന്നതും അതിൻ്റെ ആശയം വിശദീകരിക്കുന്നതുമായ വീഡിയോകളൊക്കെ CBSEയുടെ ന്യൂ സിലബസ് പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിൻ്റെ രചയിതാവ് ആര്? കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി, എഴുത്തച്ഛൻ വള്ളത്തോൾ. ഇതാണ് ശരി ഉത്തരം. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഈ പാഠഭാഗം ഏത് കൃതിയിൽ നിന്നും ഉള്ളതാണ്? ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. മഹാഭാരതത്തിലെ ഏത് പർവ്വത്തിലാണ് ഈ കഥാഭാഗം വരുന്നത്? ഏതാണ്? ദ്രോണപർവ്വം. മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ ഏത് കാവ്യപ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്? എഴുത്തച്ഛൻ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ വക്താവാണ്. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷത എന്താണ്? ഒരു കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്നു എന്നതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സവിശേഷത. ഈ പാഠഭാഗത്തിൻ്റെ പ്രമേയം എന്തിനെക്കുറിച്ചാണ്? ഭീഷ്മരുടെ വീഴ്ചയും കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ 10ാം ദിവസം ഭീഷ്മരുടെ പരാജയവും അതുപോലെ തന്നെ ദ്രോണരുടെ സൈന്യാധിപനാകലുമാണ് ഈ പാഠഭാഗത്തിൻ്റെ പ്രമേയം. 10 ദിവസം കൗരവസേനയെ നയിച്ച സൈന്യാധിപനാര്? ആരാണ്? ഭീഷ്മരാണ് 10 ദിവസം കൗരവസേനയെ നയിച്ച സൈന്യാധിപൻ. ശരശയനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? അമ്പുകൾ കൊണ്ടുള്ള കിടക്ക. എന്താണ് ശരശയനം എന്നത്? അമ്പുകൾ കൊണ്ടുള്ള കിടക്ക എന്നാണ് അർത്ഥമാക്കുന്നത്. ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദുര്യോധനെ ആശ്വസിപ്പിച്ചത് കർണനാണ്. കർണൻ ദുര്യോധനനെ സംബോധന ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദമേത്? ഏതാണ് ആ പദം? മന്നവ. മന്നവ എന്ന് പറഞ്ഞാൽ രാജാവേ. ദ്രോണരെ സൈന്യാധിപനാക്കാൻ നിർദ്ദേശിച്ചത് ആരാണ്? കർണനാണ് ദ്രോണരെ സൈന്യാധിപനാക്കാൻ നിർദ്ദേശിച്ചത്. ദ്രോണർ ആരുടെ ഗുരുവാണ്? ദ്രോണർ കൗരവരുടെ മാത്രമല്ല പാണ്ഡവരുടെയും മാത്രമല്ല, രണ്ടുപേരുടെയും, അതായത് കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവാണ്. എഴുത്തച്ഛൻ ഏത് നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്? 15, 18, 16, 17. ഏത് നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്? 16ാം നൂറ്റാണ്ടിലാണ് എഴുത്തച്ഛൻ ജീവിച്ചിരുന്നത്. കർണൻ ദുര്യോധനെ ആശ്വസിപ്പിക്കുന്നത് എപ്രകാരമാണ്? മന്ദസ്മിതം തൂകിക്കൊണ്ട്, അതായത് പുഞ്ചിരി പൊഴിച്ചുകൊണ്ടാണ് കർണൻ ദുര്യോധനെ ആശ്വസിപ്പിക്കുന്നത്. 100 പേർ എന്ന വാക്കിന് അർത്ഥമെന്ത്? 100 പേർ എന്ന് പറഞ്ഞാൽ 100 പേർ. ദ്രോണർ ആരുടെ മകനാണ്? അല്ലെങ്കിൽ ഭരദ്വാജ നന്ദനൻ ആര് എന്ന് ചോദിക്കാം. ഭരദ്വാജ നന്ദനൻ എന്ന് പറഞ്ഞാൽ ദ്രോണരാണ്. അപ്പോൾ ദ്രോണർ ആരുടെ മകനാണ്? ഭരദ്വാജന്റെ മകനാണ്. ദ്രോണരെ പ്രബലാധിപൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? കർണനാണ് ദ്രോണരെ പ്രബലാധിപൻ എന്ന് വിശേഷിപ്പിച്ചത്. മാനി എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? മാനി എന്നാൽ അഭിമാനിയായവൻ. മാനി എന്ന വാക്കിനർത്ഥം അഭിമാനി. സങ്കടമുണ്ടാകയില്ലേതും എന്ന് ദുര്യോധന് ഉറപ്പു നൽകിയത് ആരാണ്? കർണനാണ് ദുര്യോധനെ ആശ്വസിപ്പിച്ചത്. സങ്കടമുണ്ടാകില്ല, എല്ലാ സങ്കടങ്ങളും മാറിപ്പോകുമെന്നതാണ് കർണൻ കൊടുത്ത ഉറപ്പ്. ദ്രോണരെ സേനാപതിയാക്കിയ ശേഷം നടത്തിയ ചടങ്ങ് എന്താണ്? ആ ചടങ്ങ് അഭിഷേകമാണ്. നേരത്തെ പറഞ്ഞു ദ്രോണാഭിഷേകം എന്നുത്തരം നമ്മൾ പറഞ്ഞല്ലോ. ദ്രോണരെ സേനാപതിയാക്കിയ ശേഷം നടത്തിയ ചടങ്ങ് വിവാഹം, അഭിഷേകം, വനവാസം, പൂജ. ഇതൊന്നുമല്ല, അഭിഷേകമാണ് ശരിയായ ഉത്തരം. ആശു എന്ന പദത്തിന്റെ അർത്ഥം സാവധാനം, പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ, ഒരിക്കലും, എപ്പോഴും. ശരിയായ ഉത്തരം പെട്ടെന്ന് അല്ലെങ്കിൽ വേഗത്തിൽ. ദ്രോണാചാര്യർക്ക് പാണ്ഡവരോടുള്ള മനോഭാവം എന്തായിരുന്നു? ശിഷ്യവാത്സല്യമാണ് ദ്രോണാചാര്യർക്ക് പാണ്ഡവരോടുണ്ടായിരുന്നത്. പാണ്ഡവർക്ക് ദ്രോണരോടുള്ള വികാരം എന്തായിരുന്നു? പാണ്ഡവർക്കാണെങ്കിൽ തങ്ങളുടെ ഗുരുവാണ് എന്നുള്ള ബഹുമാനമാണ് ദ്രോണരോടുണ്ടായിരുന്നത്.
കർണൻ സുയോധനോട് അൻപോട് പറഞ്ഞു. ഇതിൽ അൻപ് എന്ന വാക്കിനർത്ഥം എന്താണ്? അൻപ് എന്ന് പറഞ്ഞാൽ സ്നേഹം. ഭരിക്കുക എന്ന പദത്തിന് ഈ പാഠഭാഗത്തുള്ള അർത്ഥം എന്താണ്? നയിക്കുക അല്ലെങ്കിൽ ഭരണം നടത്തുക. മഹാഭാരതം കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന ശൈലി മണിപ്രവാള ശൈലിയാണ്. മന്നവൻ എന്ന വാക്കിന്റെ അർത്ഥം രാജാവ്. മന്നവൻ എന്ന് കർണൻ ദുര്യോധനെയാണ് മന്നവ എന്ന് സംബോധന ചെയ്യുന്നത്. ദ്രോണരുടെ പ്രത്യേകതയായി കർണൻ പറയുന്നത് എന്താണ്? അസ്ത്രവിദ്യയിൽ ദ്രോണർ അഗ്രഗണ്യനാണ് എന്നാണ് ദ്രോണരെ കുറിച്ച് കർണൻ പറയുന്നത്. ഈ പാഠഭാഗം അവസാനിക്കുന്നത് എപ്രകാരമാണ്? ദുര്യോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകം ചെയ്യുന്നു. അതാണ് പാഠഭാഗത്തിന്റെ അവസാനം. ഭീഷ്മരുടെ പതനത്തിന് ശേഷം ദുര്യോധനൻ അനുഭവിക്കുന്ന പ്രധാന വികാരം എന്താണ്? തീവ്രമായ ദുഃഖവും അതുപോലെ പരിഭ്രമവും ദുര്യോധനെ അലട്ടുന്നുണ്ട്. വെല്ലം എന്ന വാക്കിനർത്ഥമാണ് ഇളനീർ, മധു, ശർക്കര, പഴം. ശർക്കര എന്നതാണ് വെല്ലം എന്ന വാക്കിനർത്ഥം. പ്രതിസന്ധി ഘട്ടത്തിൽ കർണൻ നൽകുന്ന ഉപദേശത്തിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണ്? വളരെ യുക്തിസഹവും പക്വവുമായ നിലപാടാണ് കർണൻ നൽകുന്ന ഉപദേശത്തിൽ സ്ഫുരിക്കുന്നത്. ദ്രോണരെ സൈന്യാധിപനാക്കാൻ കർണൻ പറയുന്ന പ്രധാന പ്രായോഗിക കാരണം എന്താണ്? ദ്രോണർ ആചാര്യനായതുകൊണ്ട് പാണ്ഡവർ അദ്ദേഹത്തോട് യുദ്ധം ചെയ്യാൻ മടിക്കും എന്നതാണ് കർണൻ പറയുന്ന പ്രായോഗികമായ കാരണം. മാനിയായിട്ടുള്ള സുയോധനൻ, ഇവിടെ മാനി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അഭിമാനിയായവൻ. ദ്രോണരുടെ മുന്നിൽ വിനീതനായി നിൽക്കുന്ന ദുര്യോധനന്റെ പ്രവൃത്തി എന്തിനെ സൂചിപ്പിക്കുന്നു? ഗുരുവിനോടുള്ള ആദരവും കാര്യസാധ്യത്തിനായുള്ള വിനയവും. ദുര്യോധനന്റെ കുലത്തെയും വംശത്തെയും കുറിച്ച് പരാമർശിക്കുന്നത് എന്തിനാണ്? യുദ്ധത്തിന്റെ ഗൗരവവും നാശത്തിന്റെ വ്യാപ്തിയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധനന്റെ മനസ്സിലുണ്ടായ മാറ്റം എന്താണ്? സമാധാനവും ആശ്വാസവുമാണ് ദുര്യോധനന് കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ലഭിച്ചത്. ദ്രോണരുടെ സൈനിക വൈദഗ്ധ്യത്തെക്കുറിച്ച് കർണൻ നൽകുന്ന വിവരണം എപ്രകാരമാണ്? അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനും സകല ഗുണങ്ങളും തികഞ്ഞവനുമാണ് ദ്രോണർ എന്നതാണ് അദ്ദേഹത്തെക്കുറിച്ച് കർണൻ നൽകുന്ന വിവരണം. പാഠഭാഗത്തെ സംഭാഷണങ്ങളിൽ നിന്ന് കർണനും ദുര്യോധനും തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെ വിലയിരുത്താം? പരസ്പര വിശ്വാസവും സ്നേഹവുമുള്ള ഉറ്റ ചങ്ങാതിമാർ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരാണ് ഉറ്റ ചങ്ങാതിമാർ? കർണനും ദുര്യോധനും. കർണൻ ദുര്യോധനോട് ആരെയാണ് വണങ്ങാൻ പറയുന്നത്? ഭീഷ്മരെ, ദ്രോണാചാര്യരെ, കൃഷ്ണനെ, ശകുനിയെ. ആരെയാണ് വണങ്ങാൻ പറയുന്നത്? ദ്രോണാചാര്യരെയാണ് വണങ്ങാൻ പറയുന്നത്. സങ്കടമുണ്ടാകയില്ലേതും എന്ന് കർണൻ ആരോടാണ് പറയുന്നത്? കർണൻ ഇപ്രകാരം പറയുന്നത് ദുര്യോധനോടാണ്. ദ്രോണരെ അഭിഷേകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? സേനാപതിയാക്കാൻ വേണ്ടിയാണ്. ഭീഷ്മരുടെ പതനത്തിന് ശേഷം അടുത്ത സേനാപതിയായി ദ്രോണരെയാണ് തിരഞ്ഞെടുത്തത്. ദുര്യോധനൻ ആരുടെ ബുദ്ധിയെയാണ് പാഠഭാഗത്ത് പുകഴ്ത്തുന്നത്? ആരാണ് ഇവിടെ ബുദ്ധിപൂർവം ദുര്യോധനെ ആശ്വസിപ്പിക്കുന്നത്? കർണനാണ്. ശരിയായ ഉത്തരം കർണൻ എന്നാണ്. കർണന്റെ ഉപദേശം കേട്ടപ്പോൾ ദുര്യോധനൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? ഉടനെ തന്നെ ദ്രോണരെ കാണാൻ പുറപ്പെട്ടു. മുന്നം സുയോധനൻ ഭീഷ്മനെ തന്നെ സേനാപതിയാക്കി. മുന്നെന്ന് വെച്ചാൽ മുമ്പ് എന്നർത്ഥം. ഭീഷ്മർ ശരശയ്യയിലായത് കൗരവപക്ഷത്ത് എന്തു മാറ്റമാണ് ഉണ്ടാക്കിയത്? വലിയ നിരാശയും അരക്ഷിതാവസ്ഥയുമാണ് കൗരവപക്ഷത്ത് ഉണ്ടാക്കിയത്. കർണൻ ദ്രോണരെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്? അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായ വീരൻ, അതായത് പ്രബലാധിപൻ എന്നൊരു വാക്ക് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് അല്ലേ? ദുര്യോധനൻ ദ്രോണരെ വണങ്ങുന്നത് ഏത് സാഹചര്യത്തിലാണ്? സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കാൻ അപേക്ഷിക്കുമ്പോൾ. കർണൻ ദുര്യോധനോട് സംസാരിക്കുമ്പോൾ കാത്തു സൂക്ഷിക്കുന്ന മര്യാദ എന്തിനെ സൂചിപ്പിക്കുന്നു? ദുര്യോധനൻ എന്നുള്ള രാജാവിനോടുള്ള കൂറും അതുപോലെ തന്നെ ആദരവും. സങ്കടമുണ്ടാകയില്ലേതും ഈ വാക്കുകളിലൂടെ കർണൻ ലക്ഷ്യമിടുന്നത് എന്താണ്? തളർന്നുപോയ ദുര്യോധനന് ആത്മവിശ്വാസം നൽകാനാണ് ഇപ്രകാരം കർണൻ സംസാരിക്കുന്നത്.
ദ്രോണരെ സൈന്യാധിപനാക്കുന്നതിലൂടെ കൗരവർ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ നേട്ടം എന്താണ്? പാണ്ഡവർക്ക് ഗുരുവിനെതിരെ ആയുധമെടുക്കാൻ ധർമ്മസങ്കടമുണ്ടാകും. ഈ ചോദ്യം തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്താണ് തിരിച്ചു മറിച്ചും അല്ലേ നിങ്ങളെ കുഴപ്പിക്കുന്ന രീതിയിൽ ചോദിക്കാമെന്നുള്ളതാണ്. അതുകൊണ്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആവർത്തിക്കുന്നതായി തോന്നും, പക്ഷെ ആ ചോദ്യത്തിൻ്റെ രീതിയിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിന്നെയും നിന്റെ വംശത്തെയും രക്ഷിക്കാൻ കർണൻ ആരെയാണോ ഉദ്ദേശിക്കുന്നത്? ദുര്യോധനെയും കൗരവകുലത്തെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രകാരം ഒരു പോംവഴി ആര് പറഞ്ഞു കൊടുക്കുന്നത്? കർണൻ പറഞ്ഞു കൊടുക്കുന്നത്. കർണന്റെ വാക്കുകൾ കേട്ടപ്പോൾ ദുര്യോധന്റെ മുഖത്തുണ്ടായ ഭാവം എങ്ങനെയുള്ളതായിരുന്നു? പ്രസന്നമായി അല്ലേ, സന്തോഷം നിറഞ്ഞതായി മാറി. ദ്രോണരുടെ അടുത്തിരുന്ന് ദുര്യോധനൻ വണങ്ങുന്നത് എന്തിന്റെ ലക്ഷണമാണ്? കാര്യസാധ്യത്തിനായുള്ള തന്ത്രപരമായൊരു വിനയമാണ് ദുര്യോധനൻ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. സേനാനി നീയാകെ വേണം നമുക്കിനി ഈ വാക്കുകളിൽ അടങ്ങിയിരിക്കുന്ന വികാരം എന്താണ്? അപേക്ഷയും അതുപോലെ തന്നെ നിസ്സഹായാവസ്ഥയും ഇവിടെ പ്രകടമാണ്. കർണൻ ദുര്യോധനോട് ദ്രോണരെ അഭിഷേകം ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ട്? ആചാരപ്രകാരം സൈന്യാധിപ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ. ആ ചടങ്ങിന് ചെയ്യേണ്ടത് അഭിഷേകം എന്ന വാക്ക്, അതിനുള്ള പ്രാധാന്യത്തെയാണ്, ആ ചടങ്ങിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആചാരപ്രകാരം സൈന്യാധിപ സ്ഥാനത്തേക്ക് അവരോധിക്കാൻ. ദ്രോണർ പാണ്ഡവരോട് കാണിക്കുന്ന വാത്സല്യം കൗരവർക്ക് എങ്ങനെ ഗുണകരമാകുമെന്ന് കർണൻ കരുതുന്നു. പാണ്ഡവർ ഗുരുവിനെ കൊല്ലാൻ മടിക്കുന്നത് കൗരവർക്ക് അവസരമാകും. എന്തിനുള്ള അവസരം? ജയിക്കാനുള്ള അവസരമാകുമെന്നാണ് കർണൻ മുൻകൂട്ടി കാണുന്നത്. തോറ്റ സുയോധനാദികൾ. സുയോധൻ ആരാണ്? സുയോധനൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ദുര്യോധനെയാണ്. ദുര്യോധനൻ ദ്രോണരോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആരെയാണ് പുകഴ്ത്തുന്നത്? ദ്രോണരുടെ അറിവിനെയും കഴിവിനെയും. കർണൻ ദുര്യോധനന് നൽകുന്ന മാനസിക പിന്തുണ എന്തിനെയാണ് ബലപ്പെടുത്തുന്നത്? കൗരവരുടെ യുദ്ധവീര്യത്തെയാണ് ബലപ്പെടുത്തുന്നത്. ദ്രോണരെ സൈന്യാധിപനാക്കാനുള്ള തീരുമാനം ആരോടാണ് ദുര്യോധനൻ ആദ്യം പങ്കുവയ്ക്കുന്നത്? കർണനോടാണ്. ഈ പാഠഭാഗത്ത് ദുര്യോധനന്റെ ഏത് സ്വഭാവമാണ് തെളിഞ്ഞു നിൽക്കുന്നത്? സുഹൃത്തുക്കളെയും ഗുരുക്കന്മാരെയും ആശ്രയിക്കുന്ന പ്രകൃതമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർണൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത എന്താണ്? ബഹുമാനപൂർവവും യുക്തിപരവുമായ ഭാഷയാണ് കർണന്റെ സംഭാഷണത്തിൽ തെളിഞ്ഞു കാണുന്നത്. ദുര്യോധന്റെ പാണ്ഡവ വിദ്വേഷം ഈ പാഠഭാഗത്ത് എങ്ങനെ പ്രകടമാകുന്നു? എങ്ങനെയാണ് പ്രകടമാകുന്നത്? അവരെ തോൽപ്പിക്കാൻ ദ്രോണാചാര്യനെ സൈന്യാധിപനാക്കുന്നതിലൂടെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഭീഷ്മരുടെ വീഴ്ചയ്ക്ക് ശേഷം സൈന്യത്തെ നയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ കവി എന്തിനോടാണ് ഉപമിക്കുന്നത്? നായകനില്ലാത്ത സൈന്യം അല്ലെങ്കിൽ അനാഥമായ അവസ്ഥ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒറ്റ സുയോധനാദികൾ. ഇവിടെ സുയോധൻ ആരാണ്? ദുര്യോധനനാണ്. ദുര്യോധനൻ ദ്രോണരോട് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ആരെയാണ് പുകഴ്ത്തുന്നത്? ദ്രോണരുടെ അറിവിനെയും കഴിവിനെയുമാണ് പുകഴ്ത്തുന്നത്. കർണൻ ദുര്യോധനന് നൽകുന്ന മാനസിക പിന്തുണ എന്തിനെ ബലപ്പെടുത്തുന്നു? കൗരവരുടെ യുദ്ധവീര്യത്തെയാണ് കർണൻ നൽകുന്ന മാനസിക പിന്തുണയിലൂടെ ദുര്യോധനന് ലഭിക്കുന്നത്. ദ്രോണരെ സൈന്യാധിപനാക്കാനുള്ള തീരുമാനം ആരോടാണ് ദുര്യോധനൻ ആദ്യം പങ്കുവയ്ക്കുന്നത്? ആരോടാണ്? കർണനോടാണ് പറയുന്നത്. ഈ പാഠഭാഗത്ത് ദുര്യോധനന്റെ ഏത് സ്വഭാവമാണ് തെളിഞ്ഞു നിൽക്കുന്നത്? സുഹൃത്തുക്കളെയും ഗുരുക്കന്മാരെയും ആശ്രയിക്കുന്ന പ്രകൃതം നമുക്ക് ദുര്യോധനനിൽ കാണാൻ കഴിയും. കർണൻ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷയുടെ പ്രത്യേകത എന്താണ്? ബഹുമാനപൂർവവും യുക്തിപരവുമായ ഭാഷയാണ് കർണന്റെ സംഭാഷണത്തിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ദുര്യോധനന്റെ പാണ്ഡവ വിദ്വേഷം ഈ പാഠഭാഗത്ത് എങ്ങനെ പ്രകടമാകുന്നു? എങ്ങനെയാണ് പ്രകടമാകുന്നത്? അവരെ തോൽപ്പിക്കാൻ ദ്രോണാചാര്യനെ സൈന്യാധിപനാക്കുന്നതിലൂടെയാണ് ആ പാണ്ഡവ വിദ്വേഷത്തിന്റെ തീക്ഷ്ണത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭീഷ്മരുടെ വീഴ്ചയ്ക്ക് ശേഷം സൈന്യത്തെ നയിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയെ കവി എന്തിനോടാണ് ഉപമിക്കുന്നത്? തികച്ചും നായകനില്ലാത്തൊരു സൈന്യമാണ്. അതാണ് തോറ്റ സുയോധനാദികൾ. അവയ്ക്ക് കൂടി ഒരു അരക്ഷിതാവസ്ഥയാണ്. എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ നിൽക്കുന്ന അനാഥമായിട്ടുള്ള സേനാനായകനില്ലാത്ത ഒരു യുദ്ധഭൂമിയാണ് കൗരവര് പകച്ചു നിൽക്കുന്നത്, പ്രത്യേകിച്ച് ദുര്യോധനൻ. കർണൻ ദുര്യോധനോട് മന്നവ കേൾക്ക എന്ന് വിളിക്കുന്നത് എന്തിനെ ഓർമ്മിപ്പിക്കാനാണ്? അദ്ദേഹത്തിന്റെ, അതായത് ദുര്യോധനന്റെ ഉത്തരവാദിത്വത്തെ
ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ദ്രോണർ സൈന്യാധിപ സ്ഥാനം സ്വീകരിക്കുമെന്ന് കർണൻ ഉറച്ചു വിശ്വസിക്കാൻ കാരണമെന്ത്? അദ്ദേഹം കൗരവരോട് കടപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ സൈന്യാധിപ സ്ഥാനം നിരസിക്കില്ല എന്നതാണ് കർണന്റെ പക്ഷം. ഈ സംഭാഷണത്തിൽ ദുര്യോധനൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്തിനെക്കുറിച്ചാണ്? യുദ്ധത്തിലെ വിജയപരാജയങ്ങളെക്കുറിച്ചാണ് ദുര്യോധനൻ അനുഭവിക്കുന്നത്. കർണൻ ദുര്യോധനന് നൽകുന്ന ഉപദേശം എപ്രകാരമുള്ളതാണ്? പ്രായോഗികവും അതേപോലെ ബുദ്ധിപരവുമായ ഒരു ഉപദേശം തന്നെയാണ് കർണൻ ദുര്യോധനന് നൽകുന്നത്. ദ്രോണരെ സൈന്യാധിപനായി ലഭിക്കുന്നത് കൗരവർക്ക് എന്ത് നൽകുന്നു? പുതിയ പ്രതീക്ഷയും ഉന്മേഷവുമാണ് നൽകുന്നത്. തങ്ങൾക്ക് ജയിക്കാം. പാണ്ഡവർ ഗുരുവിന് നേരെ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുമ്പോൾ തങ്ങൾക്ക് ജയം ഉറപ്പിക്കാം എന്നതാണ് പാണ്ഡവരുടെ ഒരു ശുഭപ്രതീക്ഷ. സേനാപതിയാക നീയെന്നാർ എന്ന് ദുര്യോധനൻ കർണനോട് പറയുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? കർണന്റെ വാക്കിന് ദുര്യോധനൻ നൽകുന്ന വിലയാണ്. കർണൻ ദുര്യോധനോട് വിഷാദം വെടിയുക എന്ന് പറയാൻ എന്താണ് കാരണം? യുദ്ധത്തിന് തയ്യാറെടുക്കാൻ, അതായത് മാനസിക തളർച്ചയൊക്കെ മാറ്റിവെച്ച് ദ്രോണരെ സൈന്യാധിപനാക്കുന്നതിലൂടെ തങ്ങൾക്ക് വിജയം ഉറപ്പിക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ദുര്യോധനന്റെ മനസ്സിലേക്ക് കർണൻ പകർന്നു നൽകുന്നത്. ഈ പാഠഭാഗം ഏത് കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്? ദ്വാപര യുഗത്തിലെ കഥയാണ് പറയുന്നത്. കർണനും ദുര്യോധനും തമ്മിലുള്ള ചർച്ച നടക്കുന്നത് എവിടെയാണ്? യുദ്ധകളത്തിലെ പാളയത്തിലാണ്. ഈ പാഠഭാഗത്തിന്റെ അവസാനത്തിൽ ദുര്യോധനൻ ആരെയാണ് കാണാൻ പോകുന്നത്? ദ്രോണാചാര്യരെയാണ് കാണാൻ പോകുന്നത്. വെള്ളിത്തളികയിൽ മേളിച്ചു വെവ്വേറെ. ഇവിടെ മേളിച്ചു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മേളിച്ചു എന്ന് പറഞ്ഞാൽ ചേർത്ത് എല്ലാം വെച്ചിരിക്കുന്നു. കിളിയെ പാടാൻ പ്രേരിപ്പിക്കാനായി കവി ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? സ്നേഹത്തോടെ ആഹാരവും പാനീയങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. പഞ്ചവർണ്ണക്കിളി പെൺകിടാവേ, ഈ വരികളിലെ പ്രധാനമായ വികാരം അല്ലെങ്കിൽ രസം, ഭാവം എന്താണ്? വാത്സല്യഭാവമാണ് ഇവിടെ സ്ഫുരിക്കുന്നത്. കവിക്ക് കിളിയോടുള്ള സ്നേഹാധിക്യം കൊണ്ടുള്ള വാത്സല്യം. നീലക്കരിമ്പിൻ നീര് എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്താണ്? മറ്റൊന്നുമല്ല, കരിമ്പിൻ നീര് തന്നെ. കനക്കെ ചുരുക്കി എന്ന പ്രയോഗത്തിലെ കനക്കെ എന്ന വാക്കിന്റെ അർത്ഥം താഴെ പറയുന്നവയിൽ ഏതാണ്? കനക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ചുരുക്കി. അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. എഴുത്തിൽ വളരെ മിതത്വം പാലിച്ചുകൊണ്ട്, അതേസമയം അത് വളരെ സാരാംശം ഉൾക്കൊള്ളുന്നതുമാണ്. അതാണ് 100 MCQ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുക. 3 മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് വേണമല്ലോ, ഇല്ലേ? ഓക്കെ, താങ്ക് യു.